വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും കാണേണ്ട സ്ഥലമാണ് ജടായുപ്പാറ. അതിനെക്കൊണ്ട് നമ്മളിപ്പോ പോവാണ്. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ കയറണമെന്നാണ് വിചാരിക്കുന്നത്. 32 മിനിറ്റ് കാണിക്കുന്നുണ്ട് ലൊക്കേഷൻ. അപ്പോൾ മെല്ലെ മെല്ലെ പോയി ഓട്ടെ. കൊട്ടാരക്കരയിൽ നിന്നും ജടായുപ്പാറ സ്ഥിതി ചെയ്യുന്ന ചടയമംഗലത്തേക്ക് ഏകദേശം 22 കിലോമീറ്റർ ആണ് ഉള്ളത് ഡിസ്റ്റൻസ്. അപ്പോൾ വൃത്തിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ നഗരങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 5ാം സ്ഥാനം നമ്മുടെ കൊല്ലാണ് കൊണ്ടുപോയത്. കേരളത്തിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ 1ാം സ്ഥാനവും ഈ കൊല്ലം കൊണ്ടുപോയി. ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചു തരുന്നേ. ഇപ്പൊ കൊല്ലത്തൂടെ പോകുമ്പോൾ അതാ ഓർമ്മ വന്നത്. മുങ്ങി മുങ്ങി പിന്നെന്താ കരളും വലിയൊരു ഈഗിളിനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് അൻഷുനി ആമീനി നമ്മൾ പിടിച്ച് കാറിലിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴാണ് നമ്മൾ അവിടെ എത്തുക, ഈഗിൾ അവിടെ ഉണ്ടായിരിക്കോ, ഈഗിൾ കിടന്നുറങ്ങുമോ, ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം സമയം 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ 5 മണി ആവുമ്പോഴേക്കും അവിടെ ക്ലോസ് ചെയ്യും. അപ്പൊ അതിന് മുന്നേ നമുക്ക് അവിടെയൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങണം. പാർക്കിങ്ങിന് 30 രൂപയാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കാം ഇത്ര തിരക്ക്. അങ്ങനെ നമ്മളിത് അവിടെ പാർക്കൊക്കെ ചെയ്തു കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ നമ്മളിതാ ജടായുപ്പാറയിൽ എത്തിയിരിക്കുകയാണ്. കൊല്ലം കണ്ട മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് ജടായുപ്പാറ. അപ്പോൾ ഹാമി മനുഷ്യർക്ക് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞങ്ങൾ പിടിച്ചെണീപ്പിച്ചിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ മുഖക്ക് നോക്ക് ഭയങ്കര ക്ഷീണത്തിലാണ്. ഒരു വാടിയ പൂ പോലെ നിൽക്കുകയാണ് ആമി. അൻഷു ആണെങ്കിലും അൻഷു പിന്നെ പറഞ്ഞപ്പോഴേക്കും സ്ട്രോങ് ആയി. നമ്മള് ജഡായുവിനെ കാണിച്ചിടാന്നൊക്കെ പറഞ്ഞപ്പം അൻഷു ഭയങ്കര ആകാംക്ഷയിലാണ്. എന്താ ജഡായു എന്നൊന്നും അൻഷുവിന് അറിയില്ല. നമുക്ക് പോയി നോക്കിയിട്ട് കണ്ടു മനസ്സിലാക്കാം. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ എൻട്രി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെയും അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താണെന്നറിയോ? ഇതാ കുടിവെള്ളത്തിനായിട്ടുള്ള ഒരു സൗകര്യം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ദാഹിച്ചു വളഞ്ഞു വരുന്നവർക്കൊക്കെ ഇത് വലിയൊരു ഉപകാരമാണ്. ചാർജ് എന്ന് പറഞ്ഞാൽ മുകളിൽ സ്കൾപ്ചർ വിസിറ്റിനാണെങ്കിൽ 286 എന്തോ ആണ്. അങ്ങനെ 3 പേർക്കായിട്ട് അതെടുത്തിട്ടുണ്ട്. കേബിൾ കാറിൻ്റെത് പിന്നെയും 270 260 എന്തോ ആണ്. ഞാനത് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ ആ ഫസ്റ്റ് ഫ്ലോറിൽ ആ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. നെക്സ്റ്റ് വരുന്ന ഈ എൻട്രൻസ് ചെക്കിങ്ങിൻ്റെ അവിടെ നമ്മുടെ ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അവർ നോക്കൂ കേട്ടോ. നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക് കവറുകളോ അല്ലെങ്കിൽ കുപ്പികളോ പിന്നെ അതുപോലെ ഫുഡ് ഐറ്റംസോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അത് അവരവിടെ വാങ്ങി വെക്കും. ഇന്നിവിടെ സ്റ്റേ ചെയ്താലോ? നമ്മൾ എടുക്കുന്ന കേബിൾ കാറിന്റെ ടിക്കറ്റ് നിങ്ങൾ ഒരിക്കലും കയ്യിൽ നിന്ന് കളയരുത് കേട്ടോ. തിരിച്ചു വരുമ്പോഴും അത് ആവശ്യമുള്ളതാണ്. അത് അവർ പ്രത്യേകം പറയുന്നുണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ഈ കന്യാകുമാരി കോവളം അവിടെയൊക്കെ വരുന്നവരും അതുപോലെ ഇവിടേക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഓരോ സെക്യൂരിറ്റി നമ്മൾ കഴിഞ്ഞിട്ടാണ് സെക്യൂരിറ്റി ചെക്കിങ് 2-3 റൗണ്ട് കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അടിപൊളി. നമുക്ക് മുന്നേ വന്നവരൊക്കെ ഇതാ കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. നമ്മളിതിലല്ല തോന്നുന്നു അല്ലേ? അടുത്തതിലായിരിക്കാം. ആണോ? ഇതിലാണോ? നമ്മൾ അടുത്തതിലാണ്. ഇതിലെത്രയാ ഡോളിന്? കുറവില്ലല്ലേ? വെണ്ണയോ പെന്നോ? ശരിക്കും നമ്മളുടെ എയർപോർട്ടിലൊരു സിസ്റ്റം പോലെ സെക്യൂരിറ്റി സിസ്റ്റം അല്ല. ടെർമിനൽ 3 അവിടെ ടെർമിനൽ 3 ടെർമിനലായിട്ട് തിരിച്ച പോലെയാണ് അവരിങ്ങനെ ഓരോ
ആ പാവയ്ക്ക് വേണ്ടിയിട്ട് ഡോളിന് വേണ്ടിയിട്ട് 250. ഓ മൈ ഗോഡ്, അതിനെക്കാട്ടും വലിയ ഡോളല്ലത്. വില ചോദിക്കും. കണ്ണ് കാണുവോ? അല്ല, അവർ ചെയ്തത് കറക്റ്റാ, നല്ല രീതിയിലാണ് ചെയ്തത്. കാര്യം നമ്മൾ ഒന്നിച്ച് ആ കുത്തനെ വെയിലും കൊണ്ട് കയറിനേക്കാളും നല്ലതാണ് ഈ ഒരു സിസ്റ്റത്തിൽ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇതിൽ കയറാൻ പോകുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഡോർ ക്ലോസ് ആയി. നമ്മളിനിതാ പോകുന്നു. അൻഷു കണ്ണോട് വെക്കണോ? ഗ്ലാസ് വെച്ചോളൂ അമ്മിക്കുട്ടി. നമ്മൾക്ക് കുറച്ച് സ്പീഡ് കൂടി ഇവിടെ എത്തിയപ്പോ. ഹായ്. ബട്ടർഫ്ലൈസ് വരുന്നുണ്ടോ വയറ്റില്? എത്ര ഹൈറ്റിലാണ് നമ്മൾ അൻഷു? താഴേക്ക് നോക്ക്, എത്ര ഹൈറ്റിലാണ് നമ്മൾ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 350 മീറ്റർ ഉയരത്തിലാണ് ഈ ജഡായു നേച്ചർ പാർക്ക് ഉള്ളത്. 2018 ഓഗസ്റ്റ് 17 വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പ്രോജക്റ്റ് ഓരോ പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ വന്നു പോകുന്നല്ലാതെ അതിന്റെ പിന്നിലെ ഹാർഡ് വർക്കിനെ കുറിച്ച് നമ്മൾ ആരും ആലോചിക്കുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും എത്ര പേരുടെ കഷ്ടപ്പാടാണത് അവരും നമ്മൾ അറിയുന്നതും കൂടി. അങ്ങനെ നമ്മൾ ജഡായു പാറയിൽ എത്തിയിരിക്കുകയാണ്. രാജീവ് ആഞ്ചലാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. ശില്പം എന്ന് പറഞ്ഞാൽ നോക്കൂ, എന്ത് ഭംഗിയാണ്, എത്ര നീളത്തിലും. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പാർക്കാണ് നമ്മുടെ ഈ സ്വന്തം കൊച്ചു കേരളത്തിൽ ഇവിടെ ഉള്ളത്. ഞങ്ങൾക്ക് ഇറക്കുന്നുണ്ട്, അതിപ്പോൾ ഈ സ്റ്റെപ്പ് കയറിയതുകൊണ്ടാണ്. അമ്മീ മെല്ലെ വാ. വുമൺ സേഫ്റ്റി ആൻഡ് ഹോണർ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡെഡിക്കേറ്റഡ് ടു വുമൺ സേഫ്റ്റി ആൻഡ് ഹോണർ. പണ്ട് രാവണൻ സീതേനെ തട്ടിക്കൊണ്ടുപോയി. ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എക്കോ വരുന്നത് കേട്ടോ. അപ്പം പണ്ട് രാവണൻ സീതേനെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ജഡായു കണ്ടു ഇത്, രാവണൻ തട്ടിക്കൊണ്ടുപോകണത്. ജഡായു ആണ് നമ്മുടെ സീതാദേവീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാവണൻ്റെ പുറകെ പോയത്. അങ്ങനെ പോയ സമയത്ത് ജഡായു എന്ത് ചെയ്തു? രാവണനുമായിട്ട് യുദ്ധം ചെയ്തു, തട്ടിക്കൊണ്ടോണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ യുദ്ധത്തിൽ ജഡായു മരിച്ച് താഴെ വീണ സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഈ ശില്പം ഉണ്ടാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്.
വളരെ ബ്യൂട്ടിഫുൾ ആട്ടോ. നമ്മൾ അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകളുടെ സംരക്ഷണത്തിനായിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്തതും. നിങ്ങൾ വരികയാണെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ വരാം. ആ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അധികം വെയിലൊന്നുമില്ല, നല്ല കാറ്റും ഉണ്ട്, നല്ലൊരു ക്ലൈമറ്റും ആയിരിക്കും. 5:30 ക്ലോസ് ചെയ്യും, അതിന് മുന്നേ വരണം. അടി നീളവും 150 അടി വീതിയും 70 അടി ഉയരത്തിലുമാണ് ഈ ശില്പം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹിന്ദു ഇതിഹാസമായിട്ടുള്ള രാമായണത്തിലെ ഒരു പക്ഷിദേവനായിരുന്നു ജടായു. രാമായണ കഥ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ശില്പം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ രാജീവ് ആഞ്ചലാണ് ഈ ശില്പം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ളത്. ഒട്ടേറെ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. തിരക്കഥാകൃത്തും ശില്പിയുമാണ് ഈ രാജീവ് ആഞ്ചൽ. അപ്പം ഗുരു, ബിയോണ്ട് ദി സോൾ തുടങ്ങിയ ഒട്ടനവധി ഫിലിംസിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടേക്ക് വന്നപ്പോഴേ ഏറ്റവും കൂടുതൽ അതിശയം ഉണ്ടാക്കിയ കാര്യം എന്താണെന്നറിയോ? എത്ര വയസ്സായിട്ടുള്ള പ്രായമായിട്ടുള്ള മുത്തശ്ശന്മാരും ഇതുപോലെ വയ്യെങ്കിലും, അവർക്ക് നടക്കാൻ വയ്യെങ്കിലും വീൽ ചെയറിലൊക്കെ ആയിട്ട് അവരിങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവരുടെ മുഖത്ത് ഒരു ക്ഷീണവും കാണുന്നില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ഫുൾ ഹാപ്പി മൂഡിലാണ് അവരെല്ലാവരും. അപ്പം നമ്മളെ പറയുന്നുള്ളൂ അയ്യോ സ്റ്റെപ്പ് കയറാൻ വയ്യ, നടക്കാൻ വയ്യ എന്നൊക്കെ. പക്ഷെ അവരൊന്നും പറയുന്നത് ഞാൻ കേൾക്കുന്നേ ഇല്ല. രാവണനും ജടായും നമ്മൾ യുദ്ധം ചെയ്തപ്പോ ബ്ലഡ് ഉണ്ടായിരുന്നോ? പാവം നമ്മള് ജടായു. ജടായു എന്ന് പറഞ്ഞൊരു പക്ഷിയാണ്. പാറയാണ് ഇങ്ങനെ കൊത്തി കൊത്തി ഈ രീതിയിലാക്കിയത്. അടിപൊളി. അപ്പോൾ ഈ ജടായു ശില്പത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു രാമക്ഷേത്രമുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നല്ല കളഭത്തിൻ്റെയൊക്കെ മണമായിട്ട് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. സമയവും വെയിലൊക്കെ ആറി തുടങ്ങിയിട്ടുള്ളൊരു സമയമായിരുന്നു. കൊല്ലത്ത് വന്നിട്ട് ഞങ്ങൾ ഇവിടെ വരാതെയാണ് പോയതെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെ വലിയ നഷ്ടം തന്നെയായിരിക്കും. കാരണം എന്ത് ഭംഗിയിലാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയോ? നമുക്ക് ഈ വൈകുന്നേരത്ത് ഇവിടെ വന്നിരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, നല്ല തണുത്ത കാറ്റും പിന്നെ അതുപോലെ താഴേക്കുള്ള വ്യൂവും ഒക്കെ അടിപൊളിയാണ്. നിങ്ങൾ വെയിലില്ലാത്ത വൈകുന്നേരം നോക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ ശ്രമിക്കുക. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ ഇവിടെ വന്ന് തന്നെ ആസ്വദിക്കുക. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവണമെന്നില്ല. എന്തായാലും അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടത്. അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പ്രായമായവർ വീൽ ചെയറിലും മറ്റുമൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഇനിയിപ്പോൾ നടന്ന് ക്ഷീണിക്കുകയാണെങ്കിൽ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ചായയും കടിയൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ സെറ്റപ്പും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിനി അധികം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല. കാരണം നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അടുത്ത സ്പോട്ട് സസ്പെൻസ് ആയിരിക്കട്ടെ.
ഇവർ ഗുജറാത്തിൽ നിന്നാണ് വന്നത്. നാഗേന്ദ്ര, നാഗേന്ദ്ര, മാനസ്, മമത, ശരണി, ജനനി, ചരണി. ഇപ്പോൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടിട്ടുള്ള ഫാമിലിയാണ് ഈ ഗുജറാത്തിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഫാമിലി. അപ്പോൾ നമ്മളെ ഒരുപാട് നാളത്തെ പരിചയമുള്ള പോലെയാണ് അവർ നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരുന്നത്. മമത എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചേച്ചി ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ചേച്ചി, ഇറ്റ്സ് എ പ്ലഷർ ടു മീറ്റ് യു ഓൾ. അപ്പോൾ നല്ലൊരു ഫാമിലി ആയിരുന്നു, നമുക്ക് നല്ലൊരു വൈബ് തന്ന ഫാമിലി. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു, അടിപൊളിയായിരുന്നു. बहुत अच्छा है, थैंक यू, बाय बाय, आपका व्लॉग देखने थैंक यू. ഫോട്ടോ വരുന്നതിൻ്റെയൊക്കെ മുന്നേ ആയിട്ട് താഴെ നിന്ന് ആദ്യം നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. ആ ഫോട്ടോ എടുക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഞങ്ങളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. എവിടെ പോയാലും ഞങ്ങൾക്കുള്ളൊരു പതിവാണ്, ഗെയിംസ് എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ പോയി തലയിട്ട് നോക്കും. എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടി പോയാൽ പോയി. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ തൂക്കിയിട്ടിരിക്കുന്ന പാവക്കുട്ടിയാണ് നമുക്ക് കിട്ടുക. എന്നാൽ ശരി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആമിക്ക് എന്നിട്ട് ഒരു ആനക്കുട്ടീനെ വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. 200 രൂപ നമ്മൾ ആ ബോഡിയിൽ തട്ടിയാൽ മതി. ബോളിൽ തട്ടിയിട്ട് വീണ്ടും കിട്ടിയില്ലേ? താഴത്ത് വീണു. ആ അതിൽ വീഴണം. അതെന്താ അങ്ങനെ? അത്ര എളുപ്പമല്ലേ? ആ പാവക്കുട്ടി പോയി. അങ്ങനെ നമ്മൾ മുകളിലെ വ്യൂ എല്ലാം കണ്ടു, താഴേക്ക് ഇറങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ കേരളത്തിലുള്ള ആളുകളാണെങ്കിലും അതുപോലെ പുറത്തുള്ളവരാണെങ്കിലും കേരളത്തിൽ വരികയാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ പരിചയപ്പെട്ട മറ്റേ ഗുജറാത്ത് ഫാമിലിനെ കണ്ടില്ലേ, അവരൊക്കെ 7-8 ദിവസമായിട്ട് കേരളത്തിൽ വിസിറ്റ് ചെയ്യണം. അവർ 6ാമത്തെ ദിവസം തൊട്ടാണ് അവരിവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്യുന്നത്. ഇനി തിരുവനന്തപുരത്തേക്ക് പോകാനൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ കുറേ ആൾക്കാരും പുറമേ ഉള്ളവരാണ്. മലയാളികളെക്കാട്ടും കൂടുതൽ പുറമേ ഉള്ളവർ വന്നിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഭയങ്കര കാര്യമല്ലേ? നമ്മളെ കേരളത്തിന് അത് എത്രയാവും നല്ലതല്ലേ? ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാവട്ടെ ഇനിയും നമ്മൾക്കും കാണാനും ഒക്കെ. ഇനി ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് പോകാനും ഉണ്ട്. മസ്റ്റ് വിസിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.